നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ സൂചികയായ നിഫ്റ്റിനെയാണ് നമ്മളൊന്ന് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ടോപ്പിക്കിനെ ബേസിസ് ചെയ്താണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്? ഒന്ന്, മാർക്കറ്റ് ഒരു 15% ഇപ്പം നിലവിൽ ഫാള് വന്നിരിക്കുന്നു. അപ്പോൾ അത് ഇതിനു മുമ്പുള്ള കുറച്ച് വർഷങ്ങളുടെ ഡേറ്റ എടുത്തതിന് ശേഷം ഇതുപോലെ മാർക്കറ്റിൽ ഫാളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം വീതം മാർക്കറ്റ് വീണിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം, ഇങ്ങനൊരു ഫാള് വന്നു, ഇപ്പോൾ ഒരു 15% ഫാള് വന്നു. അപ്പോൾ ഇനി ഇത് തിരിച്ച് ഇതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് എത്തണമെങ്കിൽ ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ട് എന്ന് നമുക്കൊരു ആവറേജ് ആയിട്ടുള്ള ഒരു കണക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കണ്ടെത്താൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഇത്ര ശതമാനം വീണത് നല്ലൊരു വീഴ്ചയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര നാൾ കഴിയുമ്പോഴത്തേനും ഇത് വീണ്ടും ഇതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തും എന്ന് എത്താൻ സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടൈമിലേക്കാണോ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്, അതോ ലോങ് ടൈമിലേക്കാണോ പ്ലാൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണയിലെത്തും. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീക്കിലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് മാർക്കിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2008 തൊട്ടുള്ള ടൈമാണ്. ഇങ്ങനെ നിഫ്റ്റി പോകുന്നു, ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വ്യക്തതയില്ല. നമുക്ക് സൂം ചെയ്ത് 1 by 1 ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാർക്കറ്റിൻ്റെ കറണ്ട് സിനാരിയോ, ഒന്നാമത്തെ ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നല്ല വിലക്കുറവിൽ വാങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ബെനിഫിറ്റ്, നമുക്ക് 26,300 എന്ന ഹൈയിൽ നിന്ന് നമുക്ക് താഴോട്ട് വന്നു. ഏകദേശം 175 ദിവസം കണ്ട് 15% താഴെ വന്നിരിക്കുന്നത്. ഈ ഒരു 15% താഴെ വരുമ്പം നമുക്ക് ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് തിരിച്ചാണ് പോകുന്നതെങ്കിൽ തിരിച്ച് ഇതിൻ്റെ ഓൾ ടൈം ഹൈയിൽ എത്തിക്കഴിയുമ്പോഴത്തേന് നമുക്ക് ഏകദേശം 19% റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 15% വീണ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അതേ റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 19% കിട്ടും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങിച്ചു വെച്ചിട്ട് അതിൻ്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വീണത് അതിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ കിട്ടും. നമ്മുടെ രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു 175 ദിവസം കണ്ട് 15% വീണു എന്ന്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഈ ഒരു 15% മാർക്കറ്റിൽ ഇതിന് മുമ്പുള്ള ഡേറ്റ ചെക്ക് ചെയ്യുമ്പോൾ 15% ഒരു നല്ലൊരു വീഴ്ചയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് മുമ്പ് എത്ര ശതമാനം വെച്ചൊക്കെയാണ് ഇതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ വീണിട്ടുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു 175 ദിവസം കണ്ടാണ് വീണത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ ഈ ഒരു ടൈമിൽ ഒരു 133 ദിവസം കഴിയുമ്പോഴത്തേന് ഏകദേശം ഇത് വീണ്ടും ഈ ഒരു ഹോൾ ടൈം ഹൈയിലേക്ക് എത്താമെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇവിടെ 224 ദിവസം കഴിയുമ്പോഴത്തേന് ഏകദേശം എത്താമെന്ന് നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തതെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് പുറകോട്ട് പോയി ഡേറ്റ ചെക്ക് ചെയ്യാം. ഞാൻ ആദ്യമേ തന്നെ ഏകദേശം 2008 തൊട്ടാണ് ഞാൻ ഡേറ്റ ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എത്ര ശതമാനം വെച്ച് മാർക്കറ്റ് വീണിട്ടുണ്ട്, അതിനുശേഷം റിക്കവറി തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തത് 2008 ക്രാഷ് ആയിരുന്നു. നമുക്ക് 60% ക്രാഷ് വന്നത്. അതിനുശേഷം തിരിച്ച് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലെവലിലേക്ക് വന്നത് എത്രയാണ് നമുക്ക് വന്നിട്ടുണ്ട്, തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 157% റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ വാല്യൂ ഇതാണ് കാണുന്നത്. അതായത് ഒരു സാധനം ക്വാളിറ്റി ഉള്ള ഒരു സാധനം വിലക്കുറവിൽ വാങ്ങിച്ച് തിരിച്ച് അതേ പ്രൈസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും. മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് അവിടെ എത്രയാണ് 60%. അതിനുശേഷം ഇവിടെ നമുക്ക് അതിനുശേഷം വീണ്ടും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച 27% ഈ ഒരു വീഴ്ച വന്നിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് വന്നിരിക്കുന്നത് 22% വന്നിരിക്കുന്നത് താഴോട്ട്. ഇവിടെ നമുക്ക് വീണ്ടും ഒരു 10%, 20, 10, 8, അതുപോലെ തന്നെ 14. അപ്പം 20, 10, 14 അങ്ങനെയുള്ള റേഷ്യോസ് കാണാൻ സാധിക്കും. വീണ്ടും ഒരു 10. ഇത് നമ്മുടെ കോവിഡിൻ്റെ ടൈമിലുണ്ടായിരുന്ന ക്രാഷാണ്. 39% ഉണ്ട്. അപ്പോൾ നമുക്ക് അത് കോവിഡ് ക്രാഷാണ്. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു 7%. ഓൾ ടൈം ഹൈയിൽ നിന്ന് എത്ര വീണു എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഈ വീണിരിക്കുന്നത് ഏകദേശം ഒരു 16%. വീണ്ടും ഓൾ ടൈം ഹൈയിൽ നിന്ന് വീണത് 10%. വീണ്ടും ഓൾ ടൈം ഹൈയിൽ നിന്ന് വീണത് ഒരു 6%. ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത് ഒരു 15%. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് പഴയ ഡേറ്റാസ് ഈക്കുകയാണെങ്കിൽ ഒരു ഹൈ എന്ന പോയിന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 10% വീണതുകൊണ്ട്, 15% വീണതുകൊണ്ട്, 20% വീണതുകൊണ്ട്, ഇങ്ങനെ ഒരു 20, 15, ഈ ഒരു 15 എന്ന ആവറേജ് റേഞ്ചാണ് നമുക്കിവിടെ പഴയ ഡേറ്റാസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഴ്ച നല്ലൊരു വീഴ്ചയാണ്, നല്ലൊരു വീഴ്ച തന്നെയാണ്. അപ്പം 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ 15% ഒരു കറക്ഷൻ ഫാൾ വന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു വീഴ്ചയാണെന്ന് അതിൽ നമുക്ക് സിമ്പിളായിട്ട് ഡേറ്റ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ കോവിഡ് ക്രാഷും 2008 ക്രാഷും അത് രണ്ടും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പെർസെൻറ്റേജ് ഫാൾ നോക്കുകയാണെങ്കിൽ നല്ല ഒരു പെർസെൻറ്റേജാണ് 15%. എന്ന് പറഞ്ഞ് ഇപ്പോൾ എക്സാക്റ്റ് 15% തന്നെ നിൽക്കണമെന്നുണ്ട് ഇല്ല. ഇത് ചിലപ്പോൾ 20% വരെ പോകാം.
ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. 15% എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമായ ഒരു വീഴ്ചയല്ല. നമുക്ക് 15 തൊട്ട് 20 ഇതിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് തന്നെ യൂട്ടേൺ അടിക്കണമെന്നില്ല. ചിലപ്പോൾ കുറച്ചും കൂടെ താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്നായിരിക്കും യൂട്ടേൺ അടിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് നാൾ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ നിന്നായിരിക്കും യൂട്ടേൺ അടിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പറഞ്ഞു, അപ്പം അത് നല്ലൊരു പെർസെൻറ്റേജാണ് വീഴ്ച എന്ന് നമ്മൾ പറഞ്ഞു. അത് തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 20% അടുത്ത് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞു. അത് നല്ലൊരു പോയിൻ്റാണ്. ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ. ഇനി ഈ വീണത് എത്ര ദിവസം കൊണ്ട് വീണു, ഇനി തിരിച്ചു കയറുവാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് എത്ര ദിവസം കഴിയുമ്പോഴത്തേനും ഇത് റിക്കവറി തരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഡേറ്റ വീണ്ടും ചെക്ക് ചെയ്യാം. വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്, ബട്ട് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ മാർക്കറ്റ് എങ്ങനെ ഏതൊരു രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്രാഷ് ഫാസ്റ്റായിട്ട് വീണു 329 ദിവസം കൊണ്ടാണ് താഴെ വന്നത്. തിരിച്ച് 714 ദിവസം കൊണ്ടാണ് തിരിച്ചു കയറിയത്. അപ്പം ഏകദേശം 2 ഇരട്ടി ടൈം എടുത്തു ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇവിടെ നമ്മുടെ കോവിഡ് ക്രാഷ് നമുക്ക് നോക്കാം. കോവിഡ് ക്രാഷ് 39% വീണത് 56 ദിവസം കൊണ്ടാണ്. തിരിച്ചു കയറാനെടുത്ത സമയം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 252 ദിവസം എടുത്തു. അപ്പോൾ നമുക്ക് ക്രാഷ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 സിനാരിയോയിലും നമുക്ക് എത്ര ദിവസം കൊണ്ടാണോ താഴെ എത്തത് അതിൻ്റെ ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി അത്രയും കൂടുതൽ ടൈം എടുക്കും വീണ്ടും റിക്കവറി ചെയ്ത് അതേ ഒരു പോയിന്റിലേക്ക് എത്താനെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ക്രാഷ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടായ ക്രാഷിൽ നിന്ന് റിക്കവറി ചെയ്ത് വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ വി ഷേപ്പ് റിക്കവറി ഉണ്ടാകത്തില്ല. പകരം പതുക്കെയാണ് റിക്കവറി ചെയ്ത് ടൈം എടുത്തിട്ടാണ് ആ ഒരു പോയിന്റിലേക്ക് എത്തിയത്. അതാണ് ഈ ഒരു 2 ക്രാഷിലും മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ക്രാഷിലും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കണ്ടോ, ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി സമയം എടുത്തു എന്ന് തന്നെ മനസ്സിലായോ? എത്ര സമയം എടുത്തു, എത്ര ദിവസമാണോ വീണത്, ഇവിടെ 329 വീണത്, ഇതിൻ്റെ 2 ഇരട്ടി എങ്കിലും മിനിമം എടുക്കുന്നുണ്ട്. 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടി വരെ പോകാം. ഓക്കെ, ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള ക്രാഷ് അല്ലാത്ത പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഒരു ഹൈയിൽ നിന്ന് ഒരു 427 ദിവസമാണ് വീണത്. തിരിച്ച് ഏകദേശം ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി 539 ദിവസം എടുത്തു. അതായത് 2 ഇരട്ടിയൊന്നും എടുത്തില്ല, ഏകദേശം 400 500, അതായത് ഒരു തിരിച്ച് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി 400 500, അതായത് ആ എത്ര ദിവസം വീഴാൻ എടുത്തു അതിനേക്കാളും കുറച്ച് ദിവസം കൂടെ കൂടുതൽ എടുത്തു തിരിച്ച് ആ ഒരു ലെവലിലേക്ക് എത്താൻ. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഓരോ പോയിന്റ് എടുക്കാതെ ഏകദേശം ഒരു ബ്രോഡായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആശയം മനസ്സിലാക്കിയെടുക്കാം. ഈ ഒരു ഹൈയിൽ നിന്ന് താഴോട്ട് വരാൻ എത്ര ദിവസം എടുത്തു? 357 ദിവസമാണ് ഇവിടെ താഴോട്ട് വരാൻ എടുത്തത്. തിരിച്ച് ഇത് മുകളിലേക്ക് എത്താൻ എത്ര ദിവസം എടുത്തു? 203 ദിവസമാണ് എടുത്തത്. തിരിച്ച് സ്പീഡായിട്ട് റിക്കവറി തന്നു. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏകദേശം എത്ര ദിവസം വീഴാനെടുത്തു അതിൻ്റെക്കാളും കുറച്ച് അത്രയും ദിവസം എടുത്തിട്ടില്ല, എന്നാലും അതിനേക്കാളും കുറച്ചും കൂടെ താഴെ ദിവസത്തിൽ ഇവിടെ ഒരു റിക്കവറി കാണാൻ സാധിച്ചു. ഇനി വീണ്ടും ഇവിടെ ഒരു ഫാൾ കണ്ടു. ആ ഒരു ഫാൾ എത്ര ശതമാനം ഉണ്ടായിരുന്നു? ആ ഒരു ശതമാനം 10% ഉണ്ടായിരുന്നു. 91 ദിവസം കൊണ്ടാണ് താഴെ വന്നത്. തിരിച്ച് വീണ്ടും അതേ ലെവലിലേക്ക് എത്തിയത് 70 ദിവസം കൊണ്ടാണ്. 70 ദിവസം നമുക്കിവിടെ 70 ദിവസം കാണാൻ സാധിക്കും. തിരിച്ച് ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ 70 ദിവസമാണ് എടുത്തത്. അപ്പോൾ എത്രയാണ്? വീഴാൻ 91 ദിവസം എടുത്തു, അതിനേക്കാളും കുറച്ച് ദിവസം കുറവായി എടുത്തുള്ളൂ. 70 ദിവസം കണ്ടെത്തി. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് എന്താണ്? അപ്പം അവിടെ കുറച്ച് അത്രയും ദിവസം വേണ്ട, അതിന് മുമ്പ് തന്നെ എത്തി. അപ്പം നമ്മൾ കണ്ട കുറച്ച് സിനാരിയോ എന്താണ്? ക്രാഷ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ വീണതിനേക്കാളും കുറച്ച് കൂടുതൽ ദിവസം എടുത്തു, അല്ലെങ്കിൽ വീണതിനേക്കാളും കുറച്ച് ദിവസം എടുത്തു. ഇവിടെ ഈ ഒരു വീഴ്ച, ഈ ഒരു ഡിപ്പ് 8% ഡിപ്പായിരുന്നു. 77 ദിവസമാണ് എടുത്തത്. തിരിച്ച് അതേ പോയിന്റിൽ എത്താൻ എത്ര ദിവസം എടുത്തു? 105 ദിവസം എടുത്തു. അതായത് എത്ര ദിവസം താഴോട്ട് വരാൻ എടുത്തു അതിനേക്കാളും കുറച്ച് ദിവസം കൂടുതൽ എടുത്തു വീണ്ടും അങ്ങോട്ട് എത്താൻ. 2x 3x ഒന്നും എടുത്തില്ല. മനസ്സിലാക്കുക. ഇത് നമ്മുടെ അടുത്ത 63 ദിവസം എടുത്തു നമുക്ക് താഴോട്ട് വരാൻ, തിരിച്ച് അതേ പോയിന്റിലേക്ക് എത്താൻ ഏകദേശം അതിൻ്റെ 2 ഇരട്ടി ടൈം എടുത്തിട്ടുണ്ട്. 147 ദിവസം എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് വീണ്ടും അങ്ങോട്ട് ചെല്ലാൻ. ഇനി അടുത്തത് ഈ ഒരു പോയിന്റ് തിരിച്ച് റിക്കവറി അതിനെടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91 ദിവസമാണ് ഈ ഒരു വീഴ്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. തിരിച്ച് ഇവിടെ നിന്ന് റിക്കവറി ചെയ്ത് മുകളിലെത്താൻ എത്ര ദിവസം എടുത്തു? 98 ദിവസം. അവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? എത്ര ദിവസം എടുത്ത് വീഴാൻ അത്രയും തന്നെ ഏകദേശം ദിവസമാണ് എടുത്ത് തിരിച്ച് അവിടെ ചെല്ലാനും. ഇത് ക്രാഷാണ്, കോവിഡ് ക്രാഷാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് എടുത്തു 63 ദിവസം കൊണ്ടാണ് താഴെ വന്നത്. തിരിച്ച് 42 ദിവസം 45 ദിവസം കൊണ്ട് തിരിച്ചെത്തി. ഏകദേശം എത്ര ദിവസമാണ് വീഴാനെടുത്ത് അതിനേക്കാളും അത്രയും ദിവസം എടുത്തില്ല, അതിന് മുമ്പ് മേളിലെത്തി. 231 ദിവസം എടുത്തു 17% വീഴാൻ വേണ്ടി. തിരിച്ച് 20% തിരിച്ച് കയറാൻ വേണ്ടി നമുക്ക് 161 ദിവസമാണ് എടുത്തത്. അപ്പം എത്ര ദിവസം വീഴാൻ എടുത്തു അതിനേക്കാളും കുറച്ച് കുറവ് ദിവസം എടുത്തുള്ളൂ തിരിച്ച് അവിടെ വരെ എത്താൻ. അടുത്തത് 105 ദിവസം എടുത്തു ഒരു 10% വീഴാൻ വേണ്ടി. തിരിച്ച് മുകളിലേക്ക് തിരിച്ച് അതേ ലെവലിലേക്ക് എത്താൻ 98 ദിവസമാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏകദേശം ഈക്വൽ ദിവസമാണ് വീഴാനെടുത്ത അത്രയും ദിവസം തന്നെയാണ് തിരിച്ച് കയറാനും എടുത്തത്. ഇവിടെ നമുക്കൊരു 6% ഡിപ്പുണ്ട്. 49 ദിവസം കൊണ്ടാണ് വീണത്. തിരിച്ച് 35 ദിവസം കൊണ്ട് തിരിച്ച് കയറി. അപ്പോൾ അതും ഏകദേശം എത്ര ദിവസം വീഴാനെടുത്തു അതിനേക്കാൾ കുറച്ച് കുറവ് ദിവസമാണ് എടുത്തത്. ഇവിടെ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു സിനാരിയോയിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം, ഈ ഒരു 15% ഒരു പക്ഷേ ഇവിടെ ഒരു ബോട്ടം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ച് കയറാൻ ഒന്നുകിൽ ഇത് 175 ദിവസത്തെ ഒരു ഫാളാണ് കാണുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു 175 ദിവസം തന്നെ എടുക്കും തിരിച്ച് കയറാൻ, അല്ലെങ്കിൽ 175 ദിവസത്തിനേക്കാളും കുറച്ച് കുറവായിട്ട് ഒരു 120 ദിവസമോ 130 ദിവസമോ 140 ദിവസം കൊണ്ട് നമുക്കിത് റിക്കവറി തരും. അതല്ല
കുറച്ച് കൂടുതൽ ദിവസമാണ് എടുക്കുന്നതെങ്കിൽ ഒരുപക്ഷേ ഒരു 200 ദിവസമോ 230 ദിവസമോ 240 ദിവസമോ 250 ദിവസമോ ഇതിനുള്ളിൽ റിക്കവറി തരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റീജിയൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഒരുപക്ഷേ ഈ ഒരു റീജിയൻ ഒരുപക്ഷേ ഇങ്ങനെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ തിരിച്ച് എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരുപക്ഷേ ഇത് ബോട്ടം ഔട്ട് ആയിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു റീജിയനിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 5, 6, 7, 8 മാസം എടുക്കും എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ ഒറ്റയടിക്ക് ഇവിടെ തിരിച്ച് ഇങ്ങനെ, അതായത് ഈ ഒരു 175 ദിവസം കൊണ്ട് വീണത് വെറും 2 മാസം കൊണ്ട് 60 ദിവസം കൊണ്ട് തിരിച്ച് ആ ഒരു മുകളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷേ അങ്ങനെ എത്തണമെന്നില്ല. കാരണം നമുക്ക് ഇതുവരെയുള്ള ഡേറ്റ അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു പോയിന്റിൽ എൻട്രി എടുത്ത് 2 മാസം കൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മറിച്ച് ഒരു 4 മാസം 120 ദിവസം അല്ലെങ്കിൽ 150 ദിവസം അല്ലെങ്കിൽ 200 ദിവസം അല്ലെങ്കിൽ 250 ദിവസം ഇത്രയും ടൈം വെയിറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം. വീണ്ടും ഈ ഒരു റീജിയനിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി ഈ ഒരു ബോട്ടം ഇനിയും താഴോട്ട് പോയി ഈ ഒരു 15% എന്നുള്ളത് 20% വരികയാണ്. ഒരു 200 ദിവസമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിന്നുള്ള ഡേറ്റ, അവിടെ നിന്ന് എത്ര ദിവസമാണോ റിക്കവർ ചെയ്യാൻ എടുക്കുന്നത് അത് അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. ഇങ്ങനെ ഒരു സാധ്യതയാണ് റിക്കവറിക്കുള്ള സാധ്യത. ഇത് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ള ഡേറ്റ നോക്കി ഏകദേശം മുമ്പോട്ടുള്ള ഡേറ്റ ഒരു ധാരണയാണ് സൂചിപ്പിച്ചത്. അല്ലാതെ പെട്ടെന്ന് എൻട്രി എടുത്ത് ഇവിടെ നിന്ന് നേരെ മാർക്കറ്റ് റിക്കവർ ചെയ്യും എന്ന് ഓർക്കരുത്. അതല്ല, ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഒരുപാട് 2-3 വർഷം കഴിയുമ്പോഴാണ് തിരിച്ച് കയറുള്ളൂ എന്നും വിചാരിക്കരുത്. അത് വളരെ ഒരു റോങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക. എത്ര ദിവസമാണോ വീഴാനെടുത്തത് അതിനേക്കാളും കുറച്ച് കുറവായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസങ്ങളായിരിക്കാം എടുക്കുന്നത് വീണ്ടും ആ ഒരു ലെവലിലേക്ക് വരാൻ. ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കൂടുതലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ടോട്ടലായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ ഈ വീഡിയോയിൽ തരാൻ ഉദ്ദേശിച്ചത്. 15% ഒട്ടും മോശമല്ല. നല്ല വാല്യുവേഷനിൽ ഒരുപാട് ETFകളും നല്ല സ്റ്റോക്കുകളും കിട്ടുന്നുണ്ട്. പതുക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. അതല്ല വീണ്ടും ഇത് താഴോട്ടാണ് വരുന്നതെങ്കിൽ വീണ്ടും നമുക്ക് നല്ല കാര്യങ്ങളാണ് വാങ്ങിച്ചു വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ആവറേജ് ചെയ്ത് നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എത്ര ദിവസം വീഴുന്നു ഏകദേശം അത്രയും ദിവസം തന്നെ എടുക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ആ ഒരു റീജിയനിലേക്ക് എത്താൻ. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ചെയ്യും.